ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമുക്ക് ഏതായാലും സന്തോഷം നൽകുന്ന വാർത്തയാണ് സ്വർണ്ണ വിപണിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിൻ്റെ വില അടിക്കടി ഉയരുന്ന വാർത്തകളായിരുന്നല്ലോ നമ്മൾ കേട്ടിരുന്നത്. ഏതായാലും അത് ഒരു സമാധാനത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ സ്വർണ്ണ വിപണിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഇപ്പോൾ 1,09,000 അടുത്ത് 620 ഇന്ന് വിപണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആഗോള വിപണിയിലും നല്ല ഇടിവ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യുദ്ധവും ക്രൂഡ് ഓയിൽ വിലയിലും മറ്റും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിനെ ബാധിക്കാറുണ്ട് എങ്കിലും ഇപ്രാവശ്യം അങ്ങനെ യുദ്ധവും ഒക്കെ തുടരുന്നു, അസ്വസ്ഥതകൾ കൂടി വരുന്നു എന്നതല്ലാതെ എന്തുകൊണ്ട് ആണ് ഇതിനെ ബാധിക്കുന്നത് എന്നത് ഒരു വ്യക്തതയില്ല. ഏതായാലും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്, സ്വർണ്ണ വിപണി കൂടുതൽ ഉണർവേകുന്ന ഒരു വാർത്തയാണ് ഇതൊക്കെ. ഇത് ഒരു സ്വസ്ഥമായ നിക്ഷേപം എന്ന നിലക്കാണ് ഈ സ്വർണത്തിന് ലോകമൊട്ടുക്കും കാണുന്നത്. അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ അതിൻ്റെ വില കൂടുകയും ലോകത്തെല്ലായിടത്തും സമാധാനം തുടരുമ്പോൾ അത് ഒരു സ്ഥിരത കൈവരിക്കുകയും ചെയ്യുകയായിരുന്നു സാധാരണഗതിയിലൊക്കെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിത് അസ്വസ്ഥതകൾ കൂടുമ്പോൾ ഇതിൻ്റെ വിപണി തകരുന്ന ഒരു കാഴ്ചയുമാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും സന്തോഷം നൽകുന്ന വാർത്തയാണ് സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ വില അത് ഇനിയും 1,00,000 താഴേക്കെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ വിപണി വിദഗ്ധരൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. എങ്കിലും അത് നമുക്കൊരു കാത്തിരിപ്പായി കരുതിക്കൂടാ. വില താഴാനും ഉയരാനും ഒക്കെ സാധ്യതയുണ്ട് എന്നും അവർ തന്നെ പറയുകയും ചെയ്യുന്നു. ഏതായാലും സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഒരു മേഖല ഒട്ടാകെ ഒരു തകർച്ചയുടെ വക്കിൽ നിന്ന് അതിന് കരകയറുവാൻ സാധിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സ്വർണ്ണ വിപണിയിലെ ബിസിനസ്സുകാരും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളും ഒക്കെ ഉണ്ടല്ലോ. അവർക്കൊക്കെ ഒരു ഉണർവേകുന്ന ഒരു വാർത്തയും തന്നെയാണ്. ബിസിനസ് നടക്കണമല്ലോ. ഏത് വലിയ വിപണിയാണെങ്കിലും ബിസിനസ് നടന്നില്ലെങ്കിൽ അവിടെ ഒന്നും വരുമാനം ലഭ്യമല്ല. അപ്പോൾ ബിസിനസ് നടക്കണമെങ്കിൽ അതിൻ്റെ വില ഒരു സ്ഥിരതയിലെത്തണം. ഇത് സ്ഥിരതയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ബിസിനസ് നിർജീവമായി പോകും. അങ്ങനെ ആ വിപണി തകരും. അതിനൊരു ഉണർവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അസ്വസ്ഥതകൾ നിറയുമ്പോഴാണ് സ്വർണത്തിൻ്റെ വില കൂടുന്നത് എന്നാണ് നമ്മൾ ഒക്കെ ഇതുവരെ വാർത്തകളിൽ നിന്നും ഇതിൻ്റെ നിരീക്ഷകരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയിരുന്നതെങ്കിലും ഇപ്പോൾ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് ഇപ്പോൾ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഡോളറിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഇതിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു സ്ഥിരത കൈവരിക്കും, കുറച്ചുകൂടി വില താഴോട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. 1,00,000 താഴേക്ക് വില എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏതായാലും സ്വർണ്ണവിലയിൽ ഒരു കുറവ് എന്നത് വിപണിക്ക് ഒരു ഉണർവേകുന്ന ഒരു കാര്യം തന്നെയാണ്. വിപണി ഉണരട്ടെ. വിപണി ഉണർന്നാലല്ലേ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ആ ബിസിനസ് മേഖലയിലുള്ളവർക്കും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും ബിസിനസ്സുമായി മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. നേട്ടങ്ങൾ കൂടുതൽ കൈവരിച്ചില്ലെങ്കിലും ഒരു ശരാശരിയിൽ അത് ബിസിനസ് തുടർന്ന് പോകേണ്ടതുണ്ടല്ലോ. ആ ബിസിനസ് തുടർന്ന് പോകണമെങ്കിൽ സ്വർണ്ണ വിപണി പിടിച്ചു നിൽക്കേണ്ടതുണ്ട്, ആവശ്യമാണ്. ആ വിപണി പിടിച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരത കൈവരിക്കേണ്ടതുമുണ്ട്. ആ സ്ഥിരത കൈവരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും അസ്വസ്ഥതകൾ കൂടി വരുന്നു. ലോകത്തൊട്ടുക്കും എല്ലാ ഭാഗങ്ങളിലും അസ്വസ്ഥതകൾ തന്നെയാണ്. ദിവസം ചെല്ലുന്തോറും അത് കൂടി വരികയും ചെയ്യുന്നു. ഏതായാലും സ്വർണ്ണ വിപണിയിൽ ഒരു ഉണർവ് വന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ്, ഈ സ്ഥിരത കുറച്ചുകൂടി നിലനിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചത്. അപ്പോൾ സ്വർണ്ണ വിപണി ഒരു ഉണർവിൻ്റെ വക്കിലാണ്. ഈ വിപണി ഇനിയും കുറച്ചുകൂടി ഉണർന്ന് എനർജിയായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്.
വിപണി മുന്നോട്ട് പോകട്ടെ, ഈ മേഖല ഒന്നുകൂടി ഉണരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. സ്വർണത്തിൻ്റെ വില ഒരു സ്ഥിരത കൈവരിക്കാനും സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിച്ചത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാനേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.